ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. പച്ചക്കായ കൊണ്ട് ഒരു അടിപൊളി കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയുള്ള പച്ചക്കായ, നേന്ത്രക്കായ എടുത്താലും മതിയാവും. പക്ഷേ ഇതിപ്പം ഇതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഴക്കായ ഞാൻ ഇതേപോലെ 3ആയിട്ട് മുറിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും 3ആയിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ട് ഈ ഒരു വലുപ്പത്തിലുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മീനിനകത്തൊക്കെ ഇതേപോലെ മസാല ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. കൈകൊണ്ടുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് എന്നിട്ട് ഈ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണേ. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മീനില്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചാൽ ആ മീൻ കറി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നൊയമ്പൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ മീൻ കറി കഴിച്ചില്ല എന്നുള്ളൊരു പരിഭവം വേണ്ട, ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കടായി എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി അല്ലിയും കൂടി ഇതേപോലെ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് 2 തക്കാളിപ്പഴം ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഈ തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരും. അപ്പോൾ ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, തക്കാളിക്കയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ആ ഒരു കടായിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടെ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് ഒരു 3 പിഞ്ച് ജീരകപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഗ്യാസ് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയുടെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വെള്ളമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഇനിയാണ് നമ്മൾ ഉപ്പൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞാൽ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലോട്ട് വെക്കുക ഗ്യാസ്. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എല്ലായിടവും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കാര്യം ഈ മസാലയും ഈ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉള്ള പേസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഈ ഒരു സമയം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും, അതിലേക്കൊരു 4 കാഷ്യൂനട്ടും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരിക കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ നമുക്ക് ചാറ് ഇത്രയും മതിയാവും. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാറ് കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം
ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. നല്ലൊരു കറിയാണ് കേട്ടോ, നല്ല അടിപൊളി കറിയാണ്. നമ്മൾ ഈ വലിയ കഷ്ണങ്ങളൊക്കെ മീൻ കറി വെക്കില്ലേ, അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് കറിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മതി കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. ഒരു പപ്പടം പൊളിച്ചതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് കറി ഉണ്ടാക്കി നോക്കുക കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.